ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഐഡിയാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിലെ സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് സംസ്ഥാന സിവിൽ സർവീസ് എന്ന് നോക്കാം. എന്താണ് സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും സംസ്ഥാന ഗവൺമെന്റിനു കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെട്ടതുമായ ഉദ്യോഗസ്ഥർ ചേർന്ന് അറിയപ്പെടുന്നതാണ് സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്നത്. എന്താണ്? സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും സംസ്ഥാന ഗവൺമെന്റിനു കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നതുമായ ഉദ്യോഗസ്ഥർ ചേർന്ന് അറിയപ്പെടുന്നതാണ് സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്നത്. സംസ്ഥാന സിവിൽ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന സിവിൽ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ആരാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ആണ് സംസ്ഥാന സിവിൽ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 എന്ന നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത് 1968 സെപ്റ്റംബർ 17-നാണ്. 1968 സെപ്റ്റംബർ 17-നാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 എന്ന നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത്. കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസാക്കിയത് ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 309. ആർട്ടിക്കിൾ 309 പ്രകാരമാണ് കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസാക്കിയത്. ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 309 പ്രകാരം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ ആണ് ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ജില്ലാ കളക്ടർ ആണ്. ജില്ലാ കളക്ടർ ആണ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറി ആണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി NES രാഘവനാചാരി. NES രാഘവനാചാരിയാണ് കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത P. ഹരൻ. നിവേദിത P. ഹരനാണ് കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. ആരാണ്? നിവേദിത P. ഹരൻ. നിലവിലെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി V. വേണു. നിലവിലെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആരാണ്? V. വേണു. സംസ്ഥാനങ്ങളിൽ പോലീസ് കോഡ്സിന്റെ തലവന്റെ റാങ്ക് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP ആണ്. സംസ്ഥാനങ്ങളിൽ പോലീസ് കോഡ്സിന്റെ തലവന്റെ റാങ്ക് ഏതാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ R. ശ്രീലേഖ. R. ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ. ആരാണ്? R. ശ്രീലേഖ. കേരളത്തിലെ ആദ്യ വനിതാ DGP R. ശ്രീലേഖ. R. ശ്രീലേഖ തന്നെയാണ് കേരളത്തിലെ ആദ്യ വനിതാ DGP. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയന്റെ കമാൻഡന്റ് R. നിശാന്തിനി. R. നിശാന്തിനിയാണ് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയന്റെ കമാൻഡന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.